വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രകാശത്തിന് 7 പ്രതിഭാസങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും ഈ 7 പ്രതിഭാസങ്ങളെ കുറിച്ച് ഓരോന്നും, അതായത് ഇപ്പോ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത്, അല്ലെങ്കിൽ സി ഡിയില് പല നിറങ്ങൾ കാണുന്നതിന്റെ കാരണം എന്ത്, മഴവില്ല് ഉണ്ടാകുന്നതിന്റെ കാരണം എന്ത്, അതുപോലെ സോപ്പ് കുമിളകളില് വർണ്ണരാശി ഉണ്ടാകുന്നതിന്റെ കാരണം എന്ത്, അങ്ങനെ പല രീതിയിലുള്ള ഓരോ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങള് എക്സാമ്പിൾ തന്നിട്ട് ഏതാ പ്രതിഭാസം എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പൊ ആ പ്രതിഭാസങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രതിഭാസത്തിന്റെ ഇഫക്റ്റ് ആണ് മഴവില്ല് ഉണ്ടാവുന്നത്. ആ മഴവില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രകാശത്തിന്റെ പ്രതിഭാസത്തില് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസമാണ്. റിഫ്ലക്ഷന്റെ മലയാളം ചിലപ്പോ റിഫ്ലക്ഷൻ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോ പ്രതിഫലനം എന്ന് കാണാം കേട്ടോ. റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്നുള്ളതാണ് ആദ്യത്തത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തിനാണ് എന്ത് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് മിനുസുള്ള ഏതെങ്കിലും പ്രതലത്തില് എന്ത് തട്ടാണ്, പ്രകാശം തട്ടാണെങ്കിൽ അത് തിരിച്ച് പ്രതിഫലിച്ച് വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം. ക്ലിയർ ആയോ? മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നു അല്ലെ. ഇനി അടുത്തത് ഡിഫ്രാക്ഷൻ ആണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നു ഡിഫ്രാക്ഷൻ. എന്താ മക്കളെ? ഡിഫ്രാക്ഷൻ. എന്താ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്രാക്ഷന്റെ മലയാളം ഇങ്ങനെയാണ്, വിഭങ്കനം എന്ന് പറയും. എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? വിഭങ്കനം. അതായത് പ്രകാശം ഇവിടെ തട്ടുന്നത് അതാര്യ വസ്തുവിലാണ്. എന്താണ് അതാര്യ വസ്തു, എന്താണ് സുതാര്യ വസ്തു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രകാശം ഒരു അതാര്യ വസ്തുവിൽ തട്ടി എന്ത് ചെയ്യാണ്, ഒന്നുകിൽ അത് വളയും അല്ലെങ്കിൽ അത് വ്യാപിക്കും. അപ്പൊ ഒരു അതാര്യ വസ്തുവിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്, വിഭങ്കനം അല്ലെ. അപ്പൊ ഈ വിഭങ്കനം മൂലമാണ് നിഴല് എന്താണ്, ക്രമരഹിതം. നിഴലിന്റെ അരിക് ക്രമരഹിതമായി കാണുന്നത്. അതുപോലെ തന്നെ സി ഡി നോക്കുമ്പോ സി ഡിയില് പല നിറങ്ങൾ ഉള്ളതായി തോന്നുന്നത്. അതുപോലെ തന്നെ കത്തണ ബൾബ്, ഒരു ബൾബ് കത്തി നിൽക്കുക, അതിന് മുന്നില് ഒരു നനഞ്ഞ തുണി പിടിക്കാൻ നിൽക്കൂ. നനഞ്ഞ തുണി പിടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, കുറെ കളറുകൾ കാണാം നമുക്ക് കേട്ടോ. അതുപോലെ തന്നെ സൂര്യന് ചുറ്റും എന്താണ്, ഒരു പ്രഭാവലയം ഒക്കെ തോന്നുന്നത് ഒക്കെ എന്തിനു ഉദാഹരണമാണ് മക്കളെ, വിഭങ്കനത്തിന് ഉദാഹരണമാണ്. അപ്പൊ രണ്ടാമത്തെ പ്രകാശത്തിന്റെ പ്രതിഭാസം മനസ്സിലായോ? പ്രകാശം ഒരു അതാര്യ വസ്തുവിൽ തട്ടി വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ എന്തു പറയുന്നു, വിഭങ്കനം എന്ന് അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നു. നിഴലിന്റെ അരിക് ക്രമരഹിതമായി കാണാൻ കാരണം, സി ഡിയിൽ പല നിറങ്ങൾ കാണാൻ കാരണം, ബൾബ് അല്ലെ, കത്തുന്ന ബൾബിൽ ഒരു നനഞ്ഞ തുണി പിടിക്കുമ്പോ അതിൽ പല നിറങ്ങൾ കാണാൻ കാരണം, സൂര്യനു ചുറ്റും ഒരു പ്രഭാവലയം തോന്നാൻ കാരണം ഒക്കെ എന്താണ്, ഡിഫ്രാക്ഷൻ ആണ്. ഇനി അടുത്തതിന്റെ പേര് റിഫ്രാക്ഷൻ എന്നാണ്. എന്താണ് റിഫ്രാക്ഷൻ? അടുത്തത് റിഫ്രാക്ഷൻ എന്നാണ് അടുത്തതിന്റെ പേര്. റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ, പ്രകാശം എന്താണ്, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ എന്തുണ്ടാകുന്നു, അതിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാരപാതയ്ക്ക് എന്താ ഉണ്ടാവണേ, വ്യതിയാനം. ഇപ്പൊ എക്സാമ്പിൾ പറയാം. അതായത് വെള്ളത്തില് ഒരു വടി അല്ലെങ്കിൽ എന്താണ്, ഒരു ദണ്ട്, വെള്ളത്തിൽ ഒരു ദണ്ട് എന്ത് ചെയ്തേക്കാണ്, മുക്കി വെച്ചേക്കാന്ന് വിചാരിക്കുക. അപ്പൊ ആ മുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ആ മുങ്ങിയിരിക്കണ ഭാഗം ഉണ്ടല്ലോ, അവിടെ വളഞ്ഞതായിട്ട് തോന്നും. മുകളിലിരിക്കണ ഭാഗം എന്തായിട്ട് തോന്നും, നീണ്ടന്നിരിക്കണായിട്ട് തോന്നും. അപ്പൊ മുകളിലിരിക്കണത് ഒരു മാധ്യമമാണ്, വെള്ളം വേറൊരു മാധ്യമം. ഒന്ന് വായും അടുത്ത വെള്ളല്ലേ, രണ്ട് മാധ്യമല്ലേ. അപ്പൊ അതൊരു ഉദാഹരണം. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് കാണുമ്പോ
സ്വിമ്മിംഗ് പൂളിന് പൊതുവെ എന്ത് കുറവായിരിക്കും? ആഴം കുറവായിരിക്കും. പക്ഷെ എന്താ പറയാ, ആഴം കുറവ്, നമ്മളിങ്ങനെ നോക്കുമ്പോ ആഴം കുറവായിട്ടാ തോന്നുക. പക്ഷെ സ്വിമ്മിംഗ് പൂളിന് ആഴം കുറവാണോ? അല്ല, ആഴം കുറവ് തോന്നുന്നതാണ്. അതുപോലെ തന്നെ നക്ഷത്രങ്ങള് എന്താണ്? മിന്നിത്തിളങ്ങുന്നുണ്ട്. മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നാൻ കാരണം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം ഒക്കെ എന്താണ്? ഈ അപവർത്തനമാണ്. ഇനി വെള്ളത്തിൽ ഒരു വസ്തു മുങ്ങിക്കിടക്കും. അപ്പൊ മുട്ടയൊക്കെ വെള്ളത്തിൽ ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് ആഴം കുറവായി തോന്നുന്നു. അപ്പൊ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന തണ്ട് വളഞ്ഞതായി തോന്നുന്നു. വെള്ളത്തിൽ കിടക്കുന്ന ഒരു വസ്തുവിന് ആഴം കുറവായി തോന്നുന്നു. സ്വിമ്മിംഗ് പൂളിന് ആഴം കുറവായി തോന്നുന്നു. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം ഇതൊക്കെ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനമാണ്. അടുത്തതിന്റെ പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. എന്താണ് അടുത്ത പ്രതിഭാസത്തിന്റെ പേര്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് പ്രകാശത്തിന്റെ സാന്ദ്രത കൂടുതൽ ഏതിനാ കുറവ് ഏതിനാ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സില്. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ചില പ്രത്യേക പതന കോണുകൾ എത്തുമ്പോൾ എല്ലാ പ്രകാശരശ്മികളും എവിടേക്ക് പോകുന്നു? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ എന്താണ്? പ്രതിഫലിച്ച് കാണുന്നു. അതിനെയാണ് എന്തു പറയുന്നത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. അപ്പൊ പ്രകാശ സാന്ദ്രത കൂടിയ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ ചില പ്രത്യേക പതന കോണുകളിൽ എല്ലാ പ്രകാശരശ്മികളും പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നതായി നമുക്ക് തോന്നുന്ന പ്രതിഭാസത്തെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. ഇതിനിപ്പോ ഉദാഹരണം എന്താ നമ്മൾ പറയാ? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം, വജ്രം ഭയങ്കരമായിട്ട് തിളങ്ങാൻ കാരണം ഇതാണ്. അതുപോലെ തന്നെ ബൈസിക്കിൾ റിഫ്ലക്ടർ ഉണ്ട് അല്ലെ? ബൈസിക്കിൾ റിഫ്ലക്ടറിന്റെ തിളക്കത്തിന് കാരണം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രവർത്തന തത്വം. ഇതൊക്കെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അടുത്തത് നോക്കൂ. അടുത്തതിന്റെ പേര് ഡിസ്പേർഷൻ എന്നാണ്. ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം എന്ന് പറയും. ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം. എന്താണ് ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം? അതായത് നമ്മുടെ പ്രകാശം എന്തായി മാറുന്നു? ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. പ്രകാശം ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ എന്ത് വിളിക്കുന്നു? ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നു. അപ്പോ എന്താണ് പ്രകീർണനം എന്ന് പറയുന്ന പ്രതിഭാസം കണ്ടെത്തിയത് ആരാണ്? ന്യൂട്ടൺ ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ സൂര്യപ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മഴവില്ല് അല്ലെ? സൂര്യപ്രകാശത്തിന്റെ പ്രകീർണനമാണ് എന്തിന് കാരണമാകുന്നത്? വിബ്ജിയോറിന് കാരണമാകുന്നത്. അത് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് 7 പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മഴവില്ലിനെ കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് പഠിക്കാം ട്ടോ. ഇനി അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് വിസരണം. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് PSC ചോദിക്കാറുള്ള വേറൊരു ഭാഗമാണ്, വേറൊരു പോയിന്റ് ആണ് സ്കാറ്ററിംഗ്. പ്രകാശത്തിൽ എപ്പോഴും ചോദിക്കാറുണ്ട് സ്കാറ്ററിംഗ് അഥവാ വിസരണം. എന്താണ് സ്കാറ്ററിംഗ് അഥവാ വിസരണം? 6ാമത്തെ പോയിന്റ് ആണ് അല്ലെ? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന
ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തിന് വിസരണം എന്ന് പറയുന്നു. അതായത് പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുകയാണ്. അപ്പോ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവൂലെ, അതിൽ തട്ടി ക്രമരഹിതവും ഭാഗികവുമായിട്ട് പ്രതിഫലിക്കും. അതിനെ നമ്മൾ വിസരണം എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ആകാശം, ആകാശത്തിന്റെ നീലിമയ്ക്ക് കാരണം എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഴക്കടലിന്റെ നീലിമയ്ക്ക് കാരണം ഒക്കെ തന്നെ എന്താണ് മക്കളെ? എന്തുതന്നെയാണ്? സ്കാറ്ററിംഗ് അഥവാ വിസരണമാണ്. അപ്പൊ കടലിന്റെ നീല നിറത്തിന് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം നൽകിയത് ആര് എന്ന് ചോദിച്ച ആരാ പറയാ? CV രാമനാണ്. കടലിന്റെ നീല നിറത്തിന് കടലിന്റെ നീല നിറത്തിന് ശാസ്ത്രീയമായ വിശദീകരണം നൽകിയത് ആരാ? CV രാമനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആകാശത്തിന്റെ നീല നിറമാണ്. ആകാശത്തിന്റെ നീല നിറമാണെങ്കിൽ അത് വിശദീകരിച്ചത് ആരാണ്? ലോർഡ് റെയ്ലിയാണ്. ആരാണ്? ലോർഡ് റെയ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ് വിശദീകരിച്ചത് കേട്ടോ. അപ്പോ ഇത്രയാണ് സ്കാറ്ററിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി 7th വൺ, ഏഴാമത്തെ ഏതാണ്? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർഫെറൻസ് ആണ്. അതിന്റെ പേര് ഇന്റർഫെറൻസ് എന്നാണ്. ഇന്റർഫെറൻസിനെ മലയാളം എന്ത് വിളിക്കും നമ്മൾ? വ്യതികരണം എന്ന് പറയും. എന്താ വിളിക്കുക? വ്യതികരണം. ഇന്റർഫെറൻസ് അഥവാ വ്യതികരണം എന്നാണ്. അതായത് ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ, ഒന്നിൽ കൂടുതൽ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ അതിന്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? വ്യതികരണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അതിന്റെ ആയുധി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും. അതിനെയാണ് വ്യതികരണം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ വ്യതികരണത്തിന്റെ ആ ഒരു എന്താ പറയാ ഡെഫിനീഷൻ ഒന്നും ചോദിക്കാറില്ല. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാം. ഒരേ ആവൃത്തിയുള്ള എന്താണ്? ഒരേ ആവൃത്തിയുള്ള എന്താണ്? തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലം ഉണ്ടാകുന്ന പ്രതിഭാസം. ഒരേ ആവൃത്തിയുള്ള തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലം ഉണ്ടാകുന്ന പ്രതിഭാസം. ഇതിനാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത്. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് സോപ്പ് കുമിള അല്ലെ, സോപ്പ് കുമിളയിൽ വർണ്ണരാജി ഉണ്ടാവാൻ കാരണം. അതുപോലെ എണ്ണപ്പാട, റോട്ടിലൊക്കെ എണ്ണപ്പാട കാണാൻ, എണ്ണ പോയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ പല നിറങ്ങളിൽ കാണുന്നില്ലേ നമ്മള്? അതിനൊക്കെ കാരണം എന്താണ്? ഈ ഇന്റർഫെറൻസ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മൾ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. പ്രകാശത്തിന്റെ എന്താണ്? പ്രകീർണനത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. പ്രകീർണനത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ എന്ത് പഠിച്ചു? അവിടെ ഒരു കാര്യം പറഞ്ഞുല്ലോ. നമുക്ക് എന്തിനെ കുറിച്ച് പറയണം? മഴവില്ലിനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മഴവില്ലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ മഴവില്ലിന് കാരണമായ പ്രതിഭാസം ഏതാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പ്രകീർണനമാണ്. മഴവില്ലുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ചോദ്യം, മഴവില്ലിന്റെ ആകൃതി അർദ്ധവൃത്താകൃതിയാണ്. എന്നാൽ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന് എന്താകൃതിയാണ്? വൃത്താകൃതിയാണ്. പഠിച്ചു വെക്കുക കേട്ടോ. മഴവില്ലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം, മഴവില്ല് എങ്ങനെയാണ്? വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലെ. അങ്ങനെയാണ് എന്ത് യഥാർത്ഥം സൂര്യപ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ആ സൂര്യപ്രകാശം 7 ഘടക വർണ്ണങ്ങളായി തീരുകയാണ്. അതാണ് നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ആ വിബ്ജിയോർ മഴവില്ലിന്റെ പുറം വക്കില് എന്താ ഉണ്ടാവണേ? ഇങ്ങനെയല്ലേ നമ്മൾ കാണുന്ന മഴവില്ല്? ഇങ്ങനെയാ കാണുക അല്ലെ. ഈ പോലെയാണ്, അർദ്ധവൃത്താകൃതിയിലാ കാണാന്ന് പറഞ്ഞു. അതിന്റെ പുറം വക്കിൽ കാണപ്പെടുന്നത്, പുറത്ത് കാണപ്പെടുന്നത് എന്താണ്? ചുവപ്പാണ് കാണപ്പെടുന്നത്, ചുവപ്പ് നിറം. ഉൾവക്കിൽ എന്താ കാണപ്പെടുന്നത്? വയലറ്റ് ആണ് കാണപ്പെടുന്നത്. രാവിലെയോ വൈകുന്നേരവുമാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്? ഒന്നുകിൽ രാവിലെ കാണാം, അല്ലെങ്കിൽ എന്താണ്? വൈകിട്ട് കാണാം. എന്ത്? മഴവില്ല് അല്ലെ. അപ്പൊ എങ്ങനെയാ കാണുക? രാവിലെയോ വൈകിട്ടോ കാണണമെങ്കിൽ എപ്പോഴാ കാണുന്നെച്ചാലും സൂര്യന്
അഭിമുഖമായ ദിശയിൽ കാണാം. സൂര്യന് അഭിമുഖമായ ദിശയിൽ കാണാം. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ? രാവിലെ എവിടെ കാണും? രാവിലെ സൂര്യനെ എവിടെയാ കാണുക? രാവിലെ സൂര്യനെ കിഴക്ക് കാണും. അപ്പൊ മഴവില്ല് എവിടെ കാണും? മഴവില്ല് പടിഞ്ഞാറ് കാണും. രാവിലെ പടിഞ്ഞാറ് ദിശയിലും വൈകുന്നേരം സൂര്യനെ എവിടെ കാണും? പടിഞ്ഞാറ് കാണും. അല്ലെ? അപ്പൊ മഴവില്ല് എവിടെ കാണും? കിഴക്ക് കാണും. ക്ലിയർ ആയില്ലോ? അപ്പൊ സൂര്യന് അഭിമുഖമായി എന്ന് പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയാണ് എന്ത് നമ്മുടെ മഴവില്ല്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? അതായത് നമ്മുടെ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളായിട്ടുള്ള പ്രതിഫലനം, അപവർത്തനം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം, വിഭങ്കനം, വ്യതികരണം, വിസരണം, അല്ലെ? അതുപോലെ പ്രകാശ പ്രകീർണനം, ഇങ്ങനെ പഠിച്ചു. ഇത്രയും പഠിച്ചു. അപ്പൊ അത് പഠിച്ചപ്പോ പ്രകാശത്തിന്റെ പ്രകീർണനത്തിൽ അഥവാ ഡിസ്പേർഷനിൽ നമ്മൾ പഠിക്കേണ്ടതാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴവില്ല് എന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ച്. അപ്പൊ അതും കൂടെ പഠിച്ചു കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു മാർക്ക് നേടിത്തരുന്ന ഒരു പോയിന്റ് ആണ് ഈ ഇതിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു ചോദ്യം സാധാരണ രീതിയിലും നമ്മുടെ ഫിസിക്സ് ഭാഗത്ത് വരാറുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.